വെൽക്കം ടു PSC ഇൻസ്പയർ. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. പേർപ്പസ് അനുസരിച്ച് സെൻറ്റൻസിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ അസേർട്ടീവ് സെൻറ്റൻസ്, സെക്കൻഡ് ഇൻട്രോഗേറ്റീവ്, തേർഡ് വൺ എക്സ്ക്ലമേറ്ററി, ഫോർത്ത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഫസ്റ്റ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ രൂപത്തിലോ എഴുതുന്ന സെൻറ്റൻസുകളെയാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിന് പ്രോപ്പറായിട്ടൊരു സബ്ജക്റ്റും കാണും, അതുപോലെ ഫുൾ സ്റ്റോപ്പിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളിൽ ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അതിൽ സബ്ജക്റ്റ് ന്യൂഡൽഹിയും പ്രോപ്പറായിട്ട് ആ ഒരു സെൻറ്റൻസ് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫുൾ സ്റ്റോപ്പിലായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് എ ഗുഡ് ലീഡർ, ഹീ പ്ലേസ് വിത്ത് പാഷൻ, ഹീ ഈസ് എ ഹംബിൾ മാൻ. ഇതൊക്കെ അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അസേർട്ടീവ് സെൻറ്റൻസിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം, അഫർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്. അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹീ ഈസ് എ ഡോക്ടർ, വി ഹാവ് എ കാർ, ദേ പ്ലേ ഫുട്ബോൾ. ഇതൊക്കെ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. സെക്കൻഡ് വൺ നെഗറ്റീവ് സെൻറ്റൻസ്. അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസുകളെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ഹീ ഈസ് നോട്ട് എ ഡോക്ടർ, we don't have a car, they don't play football. സെക്കൻഡ് വൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ രൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഹു ആർ യു, വേർ ആർ യു ഗോയിങ്, ആർ യു എ സ്റ്റുഡൻറ്റ്. ഇതൊക്കെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. തേർഡ് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ആവേശം, ഇമോഷൻസ് അങ്ങനെയുള്ളവ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. വി വോൺ, വാട്ട് എ ക്യൂട്ട് പപ്പി, വാട്ട് എ ഹാപ്പി എൻഡി. ഇതൊക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുമാത്രമല്ല ഈ സെൻറ്റൻസ് പ്രോപ്പറായിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയാണ് എൻഡ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഓർഡേഴ്സ്, റിക്വസ്റ്റ്, കമാൻഡ്, വിഷ് അങ്ങനെയുള്ളവ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസിലൂടെയാണ്. ഇതിൽ മെയിനായിട്ട് പ്ലീസ്, കൈൻഡ്ലി, ലെറ്റേഴ്സ് അങ്ങനെയുള്ള വേർഡ്സ് ചേർന്നിട്ടാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വരുന്നത്. എക്സാമ്പിൾസ് സ്റ്റോപ്പ് ടോക്കിംഗ്, ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇതൊക്കെ ഓർഡേഴ്സ് ആണ്. പ്ലീസ് ഗീവ് മീ എ പെൻ ആൻഡ് പെൻസിൽ, ഇതൊരു റിക്വസ്റ്റ് ആണ്. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ആണ്. സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് സെൻറ്റൻസിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ സെൻറ്റൻസ്. ഈ സെൻറ്റൻസിൽ ആക്ച്വലി ഒരു വേർബും ഒരു സബ്ജക്റ്റും മാത്രമേ വരുന്നുള്ളൂ. എക്സാമ്പിൾസ് ഐ ആം എ ടീച്ചർ, അതിൽ ആം ആണ് വേർബ്, ടീച്ചർ സബ്ജക്റ്റ്. ഷീ ഈസ് വാക്കിംഗ്, ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ഹെൽപ്പ് ഹിസ് ഓൺ. ഇതൊക്കെ ഈ സിമ്പിൾ സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. സെക്കൻഡ് വൺ കോമ്പൗണ്ട് സെൻറ്റൻസ്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്ലോസസ് ചേർന്ന് വരുന്ന സെൻറ്റൻസുകളെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഐ ആം എ ടീച്ചർ ആൻഡ് മൈ വൈഫ് ഈസ് എ ലോയർ. ഇതിൽ ആൻഡ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് 2 സിമ്പിൾ സെൻറ്റൻസിനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് സെൻറ്റൻസിൽ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ്, ഫോർ, നോർ അങ്ങനെയുള്ള കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഷീ വാസ് ഇൻ്റലിജൻറ്റ് വൈൽ ഹർ സിസ്റ്റർ ഈസ് ഡൾ, ഹി വാസ് കൺവിൻസ്ഡ് ആസ് വെൽ ആസ് ഫൈൻഡ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. തേർഡ് വൺ കോംപ്ലക്സ് സെൻറ്റൻസ്. അതായത് ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസും ചേർന്ന് വരുന്ന സെൻറ്റൻസുകളെയാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുക. എക്സാമ്പിൾസ് ഐ നോ ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഇതിൽ ഐ നോ എന്ന് പറയുന്ന സെൻറ്റൻസ് ആക്ച്വലി ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ കൂടെ മാത്രമേ ചേർത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവയാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഷീ ഈസ് എ ഗുഡ് ഗേൾ, ആ ഒരു സെൻറ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും അതൊരു കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ 2 സെൻറ്റൻസുകളെയും ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള ക്ലോസുകളെ ചേർത്ത് എഴുതാനായിട്ട് യൂസ് ചെയ്ത വേർഡാണ് ദാറ്റ്. ഈ കോംപ്ലക്സ് സെൻറ്റൻസിലും കൺജങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിന്, അതൊക്കെ നോക്കുക. യു ക്യാൻ സിറ്റ് വെയർ എവർ യു ലൈക്ക്, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് വൈൽ ഐ ആം വർക്കിംഗ്. ഇതൊക്കെ കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നീട് കമൻറ്റ് സെക്ഷനിൽ ആൻസേഴ്സ് എല്ലാം ഇടുന്നതായിരിക്കും.